ഇത് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടുള്ളൊരു യാത്രയാണ്. ഇതിനൊരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. ഞങ്ങൾ ബുഗാടി കുത്താനായിട്ടാണ് പോകുന്നത്. അത് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത ആളാണ് ഈ ഒന്നാമത് കുത്തിയത്. വളരെ ധൈര്യത്തിലിരുന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടും ധൈര്യം തന്നിട്ടാണ് ആൾ ഈ ഇത്രയും വേദന കൺട്രോൾ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഈ രണ്ടാമതിരിക്കുന്ന ആൾ മൂക്കുത്താൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ കൂടിയതാണ്. പക്ഷെ അവസാനം അതും ബുഗാടിയിൽ തന്നെ അവസാനിച്ചു. പക്ഷെ ഒരു കാരണവശാലും ആൾ ഇത് കുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ച ആളും കയറി കുത്തി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിൽ പെട്ട പോലെ രണ്ടാൾ കുത്തി കഴിഞ്ഞിട്ട് മൂന്നാൾ കൂടി പോയിട്ട് ഞാൻ എങ്ങനെ മാറി നിൽക്കും? അപ്പോൾ ഇനി എന്തായാലും ഞാൻ കുത്തേണ്ടി വരും. ഞാൻ വളരെ ധൈര്യം സംഭരിച്ച് ഒരു രക്ഷയില്ലാണ്ട് അവിടെ ഇരുന്ന് കൊടുത്തു. ഇനി ഈ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ആൾ കുത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ ഒരു ചെറിയ റീസൺ ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ആദ്യത്തെ ആൾ കുത്തിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബോധം കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. ഇത് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടുള്ളൊരു യാത്രയാണ്. ഇതിനൊരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. ഞങ്ങൾ ബുഗാടി കുത്താനായിട്ടാണ് പോകുന്നത്. അത് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത ആളാണ് ഈ ഒന്നാമത് കുത്തിയത്. വളരെ ധൈര്യത്തിലിരുന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടും ധൈര്യം തന്നിട്ടാണ് ആൾ ഈ ഇത്രയും വേദന കൺട്രോൾ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഈ രണ്ടാമതിരിക്കുന്ന ആൾ മൂക്കുത്താൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ കൂടിയതാണ്. പക്ഷെ അവസാനം അതും ബുഗാടിയിൽ തന്നെ അവസാനിച്ചു. പക്ഷെ ഒരു കാരണവശാലും ആൾ ഇത് കുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ച ആളും കയറി കുത്തി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിൽ പെട്ട പോലെ രണ്ടാൾ കുത്തി കഴിഞ്ഞിട്ട് മൂന്നാൾ കൂടി പോയിട്ട് ഞാൻ എങ്ങനെ മാറി നിൽക്കും? അപ്പോൾ ഇനി എന്തായാലും ഞാൻ കുത്തേണ്ടി വരും. ഞാൻ വളരെ ധൈര്യം സംഭരിച്ച് ഒരു രക്ഷയില്ലാണ്ട് അവിടെ ഇരുന്ന് കൊടുത്തു. ഇനി ഈ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ആൾ കുത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ ഒരു ചെറിയ റീസൺ ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ആദ്യത്തെ ആൾ കുത്തിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബോധം കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്.